ഗായ്സ്, ക്യാമറ ടെസ്റ്റിംഗ്, കുട്ടി ക്യാമറ, മിനി ക്യാമറ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്. ഹായ് മേഘ്ന. ഇന്നത്തെ കോട്ട്. അതെ, ഇന്നത്തെ കോട്ട് ഓഫ് ദ ഡേ. കോട്ട് ഓഫ് ദ ഡേ എന്താ? നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം. ഫ്രഷ് ഫ്രഷ് സാധനം. ചിരിക്കൂ, ഹായ് പറയൂ. ഞാൻ ഫോട്ടോ അല്ല എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. ഹായ് ഹായ് തന്നെ. ഇറ്റ്സ് എ വീഡിയോ. സേ സംതിങ്. ഗുഞ്ചൻ, how are you? What you doing? When I'm hungry, I'm waiting to go. Hi. Next post. ഹായ് മിലൻ. ഹായ് ഗായ്സ്. എനിക്കെന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. സോ ഇന്ന് എത്ര തീയതി? 24 or 25, Day 25th of unemployment guys. യെസ്, ഞാൻ ചെറുതായിട്ടൊന്ന് റിസൈൻ ചെയ്തു. അൺഎക്സ്പെക്റ്റഡ്ലി, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്ലി എന്നെ നേരത്തെ റിലീവ് ചെയ്തു. നോട്ടീസ് പീരീഡ് ഒന്നും സോൾവ് ചെയ്തില്ല. സോ കറന്റ് ഞാൻ അൺഎംപ്ലോയിഡ് ആണ്. ആക്ച്വലി ഒരുമാതിരി ഡിവേറ്റ് ചെയ്ത മതിയായിരുന്നു എനിക്ക് ആ ഒരു മൊമെന്റ്സ്. ആക്ച്വലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എനിക്ക് പേഴ്സണലി പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു. ബട്ട് സ്റ്റിൽ ഐ വാസ് എക്സ്പെക്ടിങ് ടു സെർവ് ഒരു 1 or 3 months ഫുള്ളായിട്ടൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 months ഞാൻ നോട്ടീസ് പീരീഡ് സെർവ് എന്ന് വിചാരിച്ചു. സോ അറ്റ്ലീസ്റ്റ് ഞാനൊരു മെയ് വരെ എന്തായാലും ഞാൻ ബാംഗ്ലൂരിലുണ്ടാവുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്ത്. ബട്ട് ഞാൻ എന്നെ നേരത്തെ റിലീവ് ചെയ്തു. എനിക്ക് ആദ്യത്തെ കുറച്ച് നാളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കോപ്പ് ചെയ്യാൻ. ദ റിയാലിറ്റി ഒക്കെ ഹിറ്റ്സ് യു ഹാർഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൊമെന്റ് ആയിരുന്നു എനിക്ക്. ശരിക്കും അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പുറം ലോകം പോലും ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കണ്ണി കണ്ട് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്ത്, എന്ത് പറ്റി, എന്തോ ഇത്ര പെട്ടെന്ന്, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഭയങ്കര മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമായിരുന്നു. സോ എനിക്ക് ലൈക്ക്
ഈവൻ ഫോൺ എടുക്കാൻ ഞാൻ എത്ര പേരെ കോളാക്കി ആരുടെയും കോൾ എടുക്കാൻ പോലെ അവരോടൊക്കെ ഞാൻ സോറി പറയണം. ബട്ട് എൻ്റെ അവസ്ഥ അതായിരുന്നു. എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു മെന്റൽ സ്റ്റേജിലായിരുന്നു. സോ ഞാൻ ആദ്യത്തെ 1 വീക്ക് ബാംഗ്ലൂരിൽ ഷോക്ക് അടിച്ച് നല്ല അലമ്പിട്ടിരിക്കണായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാഗും പാക്ക് ചെയ്ത് പെട്ടെന്നൊരു സുപ്രാത്തിൽ വന്നിട്ട് ആ നാട്ടിൽ പോകാന്ന് വിചാരിച്ചിട്ട് PG വന്ന് കുറെ ബാഗൊക്കെ പാക്ക് ചെയ്ത് 5-6 ബാഗ് ഉണ്ടായിരുന്നു. അതെല്ലാം പാക്ക് ചെയ്ത് നാട്ടിൽ പോയി. നാട്ടിൽ പോയപ്പം ഓശാന ഞായർ ഹോളി വീക്ക് ആയിരുന്നു ഫുള്ള്. പിന്നെ അവിടെ ചെന്ന് പള്ളിയിലെ ആൾക്കാര് എനിക്ക് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു. ബട്ട് അങ്ങനെയെങ്കിലും ഒരു ഇച്ചിരി സോഷ്യലൈസിങ് പള്ളിയിലൊക്കെ പോയി അവിടെ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഞാൻ സോഷ്യലൈസ് ഒക്കെ ചെയ്ത് വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് മെന്റലി ഓക്കെ വന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചൊന്ന് സെൽഫ് അനലൈസ് ചെയ്തപ്പോഴാണ് എൻ്റെ റിയാലിറ്റി ഒക്കെ ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ആ ഒരു 1 or 2 months വെച്ചിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ജോബ് നോക്കി അങ്ങനെ ഓഫർ കിട്ടി പോകാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. ബട്ട് അൺഎക്സ്പെക്റ്റഡ്ലി കമ്പനി നേരത്തെ ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മെന്റലി എക്സ്പോസ്റ്റഡ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. they have their own reasons and I have my own reasons. So ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരുടെയും സൈഡും അല്ല. ബട്ട് സ്റ്റിൽ എനിക്കത് ഭയങ്കര മെന്റലി ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ആൻഡ് ഇപ്പോഴാണ് ഞാനൊന്ന് പുറം ലോകം ഫേസ് ചെയ്യാന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇപ്പൊ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചത്. എനിക്കറിഞ്ഞൂടാ വാട്ട് നെക്സ്റ്റ് എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്കറിഞ്ഞൂടാ എന്താണ് അടുത്ത് ഞാൻ ചെയ്യാൻ പോണേന്ന്. ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ഇന്നലെ ജസ്റ്റ് ബാംഗ്ലൂരിലെത്തി. എൻ്റെ അനിയത്തി ഉണ്ട് കൂടെ. ഇവിടെ നിന്ന് ഞാൻ ഇനി വെക്കേറ്റ് ചെയ്ത് പോവാ, കംപ്ലീറ്റ്ലി പോവാ. ഞാൻ ഇങ്ങനെ ബാംഗ്ലൂർ വിടണേണ് ഗൈസ്. എനിക്ക് ഒത്തിരി മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ് ബാംഗ്ലൂര്. ഞാൻ ശരിക്കും കുഞ്ഞിലെ മുതൽ ആഗ്രഹിച്ച് ഇവിടെ 1 വർഷമെങ്കിലും ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് വന്നൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. അതും അൺഎക്സ്പെക്റ്റഡ്ലി എനിക്ക് കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കറക്റ്റ് ബാംഗ്ലൂരിൽ തന്നെ കിട്ടി. അങ്ങനെ എല്ലാം അലൈൻഡ് ആയിട്ട് വന്ന സ്ഥലം. ഇവിടെ വന്ന് കുറെ മെമ്മറീസ് ഉണ്ടാക്കി. ഇപ്പൊ ആ മെമ്മറീസ് ഒക്കെ വിട്ടുപിരിയ സമയമായി. ഞാൻ വെക്കേറ്റ് ചെയ്ത് പോവാ. പറയണമെന്ന് ആകെ ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ഒന്നല്ല. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോ വിഷമമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 1 വീക്ക് ഞാൻ പൊട്ടി കരയണ ദിവസങ്ങളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കരയാൻ പറ്റിയിട്ടില്ല. കരയാൻ തോന്നുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. ഉള്ളിൽ നല്ല വേദനയുണ്ട്, നല്ല വീങ്ങലുണ്ട്. പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല. ഞാൻ അറിഞ്ഞൂടാ ബേബി, എവറിത്തിങ് ഹാസ് എ പേർപ്പസ്. അത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പം എന്തെങ്കിലും സംതിങ് ഗ്രേറ്റ് ഓർ ഗുഡ് ഇസ് വെയിറ്റിംഗ് ഫോർ മീ. അത്രയും ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അൺപാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ബാംഗ്ലൂർ വിടാം. സോ ഞാൻ ബാക്ക് ടു കേരള പോവാ. ബൈ ബാംഗ്ലൂർ. സിഗരറ്റ് മുട്ടായി മലിച്ച് കിടക്കണം. എന്നെ സഹായിക്കാന്ന് പറഞ്ഞ് വന്നവളെ ഇന്ന് രാവിലെ പോലെ കിടക്ക ഗുണ്ട. ഒരു തേങ്ങയും ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പൊ റൂമൊക്കെ കംപ്ലീറ്റ്ലി മെസ്സല്ല. സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചാൽ കുറെ സാധനങ്ങളുണ്ട്. എന്റെ സ്കൂട്ടർ കയറ്റി വിടാനുണ്ട്. ഞാൻ വിചാരിച്ചു കല്ലട ട്രാവൽസിന്റെ കൊറിയർ പാർസൽ കയറ്റി വിടാം. പിന്നെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ, ഞാൻ ഈ കാര്യം ഞാനിവിടെ 1.5 കൊല്ലം 2 കൊല്ലം നിന്നിട്ടുള്ളെങ്കിലും ഞാൻ വാങ്ങിച്ചു കിട്ടിയേക്കുന്ന സാധനത്തിന് കയ്യും കണക്കുമില്ല. ഇഷ്ടമാതിരി സാധനങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയതിൽ 5 ബാഗ് കൊണ്ടുപോയിട്ട് സാധനങ്ങൾ തീർന്നിട്ടില്ല. ഇതിപ്പോ അത്രയും തന്നെ ഉണ്ട് ഇനിയും കൊണ്ടുപോവാൻ. ഓക്കെ തന്നെ പണിയെടുക്കാം. ഓഫീഷ്യലി അലമാരി കാലിയാക്കി ഗൈസ്. പക്ഷെ റൂം മൊത്തതുകൊണ്ട് സാധനങ്ങൾ ഇതൊക്കെ എങ്ങനെ
സോ ഇതെല്ലാം പാക്ക് ചെയ്ത് കുറേയൊക്കെ കൊറിയർ അയച്ചു വിടാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ കൊറിയർ അയച്ചു വിടാൻ നമുക്ക് ബോക്സസ് വേണം. സോ ബോക്സസ് ഒപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തെരുവീതികളിലേക്ക് നടക്കാം. ഒന്നല്ല, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അത് മുഞ്ചി ഒരെണ്ണം കിട്ടി ഗൈസ്. പക്ഷെ ഇച്ചിരി ചെറുതാ. ബുക്ക് കൊണ്ടുവരാനുള്ള സൈസ് മാത്രമേ ഉള്ളൂ. പക്ഷെ സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. നമുക്ക് ഇനിയും അന്വേഷിക്കാം. കിട്ടും, കിട്ടാതില്ല. ഗൈസ് ആക്രി വരയ്ക്കണ മാതിരിയാണ് ചേച്ചി പിടിച്ചോണ്ടിരുന്നത്. കശത്തിന്റെ ഇടയിലൊക്കെ വെച്ചോണ്ട് പ്രൊഫഷണലായി പിടിക്കുക ചേച്ചി. നേരെ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ വീശി ഇങ്ങനെ. യെസ്, നമ്മ വലിയ പിള്ളേർ കാണിച്ചത് അതാണോ നീ പറഞ്ഞ പ്രൊഫഷണൽ? നടക്ക് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടു നടക്കണേ. കാർട്ടൺ ബോക്സ് ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് കാർട്ടൺ ബോക്സ് കിട്ടി. പക്ഷേ അറ്റ് വാട്ട് കോസ്റ്റ്? 60 രൂപ ഗൈസ്, 60 രൂപ. ഞങ്ങൾ ഫസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയി. അവിടെ പവൻ ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നു ഞങ്ങൾക്ക്. പക്ഷെ അത് ചെറിയ കാർട്ടൺ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പറ്റൂലായിരുന്നു. വലുത് വേണമായിരുന്നു. അപ്പോൾ വലുത് അന്വേഷിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ ചെന്ന് വലിയ കാർട്ടൺ ഇംഗ്ലീഷിലൊക്കെ വെക്കാനൊക്കെ കാർട്ടൺ ബോക്സ് ഒക്കെ കത്തിച്ചപ്പോൾ ആ ചേട്ടൻ ഏത് സൈസിലാണ് വേണ്ടേ? ഞങ്ങൾക്ക് മനസ്സിലായ പോലും ഇല്ല ആൾ മലയാളിയാണ്. ആൾക്ക് പക്ഷെ ഞങ്ങൾ മനസ്സിലായി. ഞങ്ങളുടെ നല്ല കൂടെ ഇംഗ്ലീഷ് കേട്ടിട്ടായിരിക്കും. അങ്ങനെ കാർട്ടൺ ബോക്സ് ഒക്കെ വലിയതൊക്കെ 2 തന്ന് ഞങ്ങളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പോകാൻ പോയപ്പോഴാണ് അറിഞ്ഞത് അതിന് പൈസ കൊടുക്കണമെന്ന്. ചില ചോദിച്ചപ്പോൾ പെർ ബോക്സിന് 30 രൂപ. എന്തായാലും എടുത്തു പോയില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ 60 രൂപ കൊടുത്ത് ഞങ്ങൾ പോകുന്നു ഗൈസ്. പക്ഷെ നമുക്ക് കാർട്ടൺ ബോക്സ് കിട്ടി. ഹൈ ഗോയ്സ്, അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി 7 മണി 9 മണിയായി. ഇപ്പോഴാണ് ഒന്നെല്ലാം കഴിഞ്ഞ് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റായത്. അത് പെട്ടികളെല്ലാം സെറ്റായി. യെസ്, സോ ഞങ്ങൾ 3 പെട്ടിയുടെ സാധനങ്ങളാക്കി. അതെല്ലാം കൊറിയർ റേറ്റ് വിടണം നാളെ. ബാക്കി പെട്ടികൾ എണ്ണി നോക്കി 1 2 3 4 5 6 ഇത് ബോള് കൊറേ സാധനമുണ്ട്. എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ കൊണ്ട് എങ്ങനെ പോകുന്നു. പിന്നെ സ്വന്തമായിട്ട് വേറെ ബാഗ് എനിക്കറിയൂടെ. ഈശ്വരാ,
എല്ലാം കൂടെ ചുമന്ന് റെയിൽവേ സ്റ്റേഷനിൽ സേഫ് ആയിട്ടൊക്കെ നാട്ടിലെത്തിയാൽ മതിയായിരുന്നു. പേടിയാണ് ആലോചിച്ചിട്ട്. ഞങ്ങൾ ടയേർഡാണ്, ടയേർഡ്. ഹെക്ടിക് ഡേ ആയിരുന്നു. ഫുൾ റൂം മരിച്ച് പറക്കി ഫുൾ സാധനങ്ങളൊക്കെ എടുത്ത്. പറയൂ മാളു, എന്താണ് മാളുവിന് ഇതിനെ പറ്റി പറയാനുള്ളത്? ഒന്നും പറയാനില്ല, എനിക്ക് കിടന്നുറങ്ങിയാ അതെ, ഒന്ന് ഗുഡ് നൈറ്റ് പറയാൻ സമയമായിരിക്കും. കുളിച്ച് റെഡിയായി ഫുഡൊക്കെ അടിച്ച് ഓക്കെ ഗൈസ്. സോ ഞങ്ങൾ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ് ഫുഡൊക്കെ അടിച്ച് തൽക്കാലം ടിക്കറ്റ് ഒക്കെ എടുത്തു. നാളെ ഞങ്ങൾ റിട്ടേൺ പോവുക. ബാംഗ്ലൂർ വിട്ട് കൺഫേം ആയി, തൽക്കാലം കിട്ടി. ഇത് ഞങ്ങൾ കല്ലട ട്രാവൽസിലോട്ട് പോവുക. എന്താ പറയാ, കൊറിയറൊക്കെ അയക്കാനുള്ളതിനെ പറ്റി എൻക്വയറി ചെയ്യാൻ പോവുക. വണ്ടി കയറ്റി വിടണം, കൊറിയർ ബോക്സസ് കയറ്റി വിടണം. അപ്പം ഇപ്പം അവിടെ ചെന്ന് എൻക്വയറി ചെയ്തിട്ട് എങ്ങനെ പോകുന്നതിനനുസരിച്ച് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ കല്ലടയിൽ പോയി അന്വേഷിച്ചു. വണ്ടിക്ക് 3000 രൂപയാകും. ബോക്സസിന് മിനിമം 300, പിന്നെ വലിപ്പം അനുസരിച്ച് കൂടുമെന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെയൊക്കെ പോയാലും ഒരു 4000-4500 രൂപ പൊട്ടാനുള്ള വകുപ്പായിട്ടുണ്ട്. പിന്നെ എല്ലാ ബോക്സസും കൂടെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകണം. അങ്ങനെ പുറപ്പെടാന്ന് ഇപ്പം. തള്ളിക്കോ എനിക്ക് എത്ര എടുത്തിട്ട് എന്റെ നടുവരെടുക്കണേ. സോ ഗൈസ്, അങ്ങനെ അവൈറ്റർ മൊമെന്റ് എത്തി. ഞങ്ങൾ ബാംഗ്ലൂർ വിടണേണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ റെഡിയായി. വൈകിട്ട് 8:10 കന്യാകുമാരിക്കാണ് പോകുന്നത്. ഇപ്പൊ സിസ്റ്റമാതിരി ബാഗ് ഉള്ളത് കൊണ്ട് ഒരു സേഫ്റ്റിക്ക് ഞങ്ങൾ 2 മണിക്കൂർ നേരത്തെ ഇറങ്ങുക. പേടിയാ ശരിക്കും. എനിക്ക് ശരിക്കും ഒരു ട്രോമയുണ്ട് ആക്ച്വലി. ട്രെയിനിൽ ലേറ്റ് ആയി കയറിയിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ലേറ്റ് ആയിട്ട് ലാസ്റ്റ് മൊമെന്റ് ഓടി കിതച്ച് കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ ഹോൺ അടിച്ച് വണ്ടി നീങ്ങി. അപ്പൊ കറക്റ്റ് കയറുക ചെയ്തേ. അപ്പൊ ആ ട്രോമ എന്നാണ് എനിക്ക് ഭയങ്കര പേടിയായി. ട്രെയിൻ കയറുന്ന ടൈം ആകുമ്പോൾ എനിക്ക് പാനിക്കാവും ലാസ്റ്റ് മൊമെന്റ് ആണെങ്കിൽ. സോ ആ പാനിക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ പതിയെ കയറാനുള്ളൊരു ഉദ്ദേശങ്ങളുണ്ട്. നേരത്തെ ഇറങ്ങുക. ബാഗെല്ലാം പാക്ക് ചെയ്തു, സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ എന്റെ PG റൂമിനോട് ഇത് ബൈ പറയണേ, ബാംഗ്ലൂരിനോട് ബൈ. ഐ ഹാവ് സോ മച്ച് മെമ്മറീസ് ഹിയർ. എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂരിന്. ആൻഡ് യാ, ഇവരെല്ലാം ഞാൻ മിസ് ചെയ്യും. മെമ്മറീസ്, ഫ്രണ്ട്സ് എല്ലാം. എന്തെങ്കിലും ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്നൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരിക്കൽ ചിലപ്പം ദൈവം തീരുമാനിച്ച് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും തിരിച്ചു വന്നേ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. നല്ല വിഷമമുണ്ട് എനിക്ക്. മാറിയുന്ന കാര്യമായിട്ടൊക്കെ. ഓക്കെ ബൈ ഗൈസ്.